നമുക്ക് കൊച്ചിനെ പേഴ്സണലി അറിയാം. കാരണം എന്ന് വെച്ചാൽ കൊച്ചിനെ എൻ്റെ മറ്റു ട്യൂഷൻ എടുക്കുന്നതാണ്. അവിടെ പറഞ്ഞ കൊച്ചാണ്. ഈ ഉപദ്രവിക്കണതിൻ്റെ മാക്സിമം എന്നെ ഉപദ്രവിച്ചു. പക്ഷേ പുറത്ത് സൗണ്ടോ പുറത്തൊന്നും വരാത്തതിനാൽ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു മാസം മുമ്പ് ഈ കൊച്ചിന്, അതായത് കൈ ഒടിഞ്ഞിരുന്ന സമയത്ത് ഈ കൊച്ചിനെ ഷെയ്ഡിൽ ഇറക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അറിയാലോ, സൈഡിൽ സൺ ഷെയ്ഡിൽ ഇറക്കി നിർത്തി. ആ ടൈമിൽ 2 കൈ ഒടിഞ്ഞതാണ്. ആ പേടിച്ച് ആ കൊച്ച് ചേർന്നിരിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാക്സിമം പറഞ്ഞ് നമുക്ക് പറയാനേ പറ്റുള്ളൂ. അവൾ പറഞ്ഞ് കൊച്ചിനെ അപ്പം തന്നെ എടുത്തുകൊണ്ട് താഴോട്ട് വന്നതാണ്. അത് കഴിഞ്ഞ് ആ 2 കൈ ഒടിഞ്ഞിരുന്ന കൊച്ച് നിങ്ങൾ വന്ന വഴിയില്ലേ, ആ വന്ന വഴി തേരി കയറി മേള് വരെ വന്നിട്ടുണ്ടായിരുന്നു. അന്നും നമ്മൾ ആ പെങ്കൊച്ചിന്, അതായത് ആ മരിച്ച കുട്ടിയുടെ അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ് ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ കൊച്ചിനെ മേലോട്ട് കാണാനില്ല. കൊച്ചിൻ്റെ കരച്ചിലായിട്ടും അങ്ങനൊന്നും കേൾക്കാൻ പറ്റില്ല. പക്ഷേ പുറത്ത് നല്ല മുറിവുകളുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് 2 ദിവസമേ കൊച്ചിവിടെ കാണുള്ളൂ. അത് കഴിയുമ്പോൾ ചിലപ്പോൾ കൊച്ചിനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഡാൻസ് പ്രോഗ്രാമിന് അതിനാണെങ്കിൽ അതിന് കൊണ്ടുപോകും. വല്ലപ്പോഴും മാത്രമേ ഇവിടെ കാണുള്ളൂ. ഇവിടെ കാണുന്ന സമയത്തായാൽ പോലും നല്ല പോലെ, അതായത് കൊച്ചിൻ്റെ അച്ഛൻ നല്ല പോലെ കൊച്ചി വെളിയിൽ നിൽക്കുമ്പോൾ ചീത്ത അതെല്ലാം വിളിക്കാറുണ്ട്. സിജോ വി ജോൺ തുടരുന്നുണ്ട്. സിജോ, ഈ 1.5 വയസ്സിനിടയ്ക്ക് ആ കുഞ്ഞ് എന്തുമാത്രം വേദനകൾ സഹിച്ചു കാണും എന്ന് ആലോചിച്ചു പോവുകയാണ്. അപ്പോൾ ആ 2 കൈ ഒടിഞ്ഞ സംഭവം അത് എങ്ങനെ സംഭവിച്ചതാണെന്ന കാര്യത്തിലടക്കം ഇപ്പോൾ ഒരു വിവരങ്ങൾ അറിയണം. അപ്പോൾ കൂടുതൽ കസ്റ്റഡി എടുത്ത് അന്വേഷിച്ചാൽ